ശ്രീനാരായണ ഗുരുദേവനാൽ പ്രതിഷ്ഠിതമായ ശ്രീ ഗൗരീശ്വര ക്ഷേത്രവും വിജ്ഞാനവർദ്ധിനി സഭയും സഭസ്വത്തുക്കളും സഭയുടെ സ്ഥാപനങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടത് ഓരോ സഭാംഗത്തിന്റെയും കടമയും കടപ്പാടുമാണ്. ഈ വരുന്ന ഏപ്രിൽ മാസം ചെറായി വിജ്ഞാനവർദ്ധിനി സഭയുടെ ഭരണസമിതിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ബി സഭാ സംരക്ഷണ സമിതി ശ്രീ കെ പരമേശ്വരന്റെ നേതൃത്വത്തിലുള്ള 9 അംഗ പാനൽ മത്സരിക്കുകയാണ്. മേൽപ്പറഞ്ഞ ലക്ഷ്യങ്ങൾ സാധൂകരിക്കുന്നതിന് പ്രാപ്തമായ നേതൃത്വത്തെയാണ് വിജ്ഞാനവർദ്ധിനി സഭ തെരഞ്ഞെടുപ്പിലേക്ക് സംയുക്ത സംരക്ഷണ സമിതി അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ പാനലിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് സംയുക്ത സംരക്ഷണ സമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു. സംയുക്ത സംരക്ഷണ സമിതിയുടെ ഇലക്ഷൻ പ്രചരണാർത്ഥം ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ബി സഭ പ്രസിഡന്റ് ശ്രീ വികാസ് മാളിയേക്കൽ നിർവഹിച്ചു. ഉള്ള പാനലാണ് അവതരിപ്പിക്കുന്നത്. ആ പാനലിനെ എല്ലാവരും വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ചെറായി വിജ്ഞാനവർദ്ധിനി സഭയുടെ 2024-26 വർഷത്തേക്കുള്ള ഭരണസമിതി തെരഞ്ഞെടുപ്പ് ഏപ്രിൽ മാസം 21 നടക്കുകയാണ്. മറ്റു സഭകളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ ശ്രദ്ധേയമായ ശ്രീനാരായണ ഗുരുദേവനാൽ പ്രതിഷ്ഠിതമായ മഹാക്ഷേത്രത്തോടു കൂടിയ 100 വർഷം പിന്നിട്ട വിജ്ഞാനവർദ്ധിനി സഭ എല്ലാ കാലത്തും അതിൻ്റെ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുന്നത് ഊർജ്ജസ്വലമായ മത്സരത്തോടു കൂടിയാണ്. കഴിഞ്ഞ ദീർഘകാലമായി സംരക്ഷണ സമിതിയുടെ പാനലാണ് ചെറായി വിജ്ഞാനവർദ്ധിനി സഭയുടെ ഭരണം നടത്തുന്നത്. ദീർഘകാലമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായി സഭയുടെ സാമ്പത്തികവും സാമൂഹികവും വിദ്യാഭ്യാസപരവും അതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളുടെ ചെറായി വിജ്ഞാനവർദ്ധിനി സഭയുടെയും വലിയ വീട്ടിൽ കുന്ന് ഭഗവതി ക്ഷേത്രത്തിൻ്റെയും വലിയ മുന്നേറ്റങ്ങൾക്ക് പുരോഗതിക്ക് സംരക്ഷണ സമിതിയുടെ ഭരണം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വികസനവും സൗഹൃദവും എന്ന വലിയ ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് വിജ്ഞാനവർദ്ധിനി സഭയുടെ ഈ തെരഞ്ഞെടുപ്പിനെ സംരക്ഷണ സംയുക്ത സമിതി നേരിടുന്നത്. എതിരാളികളെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് വലിയ ഭൂരിപക്ഷത്തോടെ വിജ്ഞാനവർദ്ധിനി സഭയുടെ തെരഞ്ഞെടുപ്പിൽ സംരക്ഷണ സമിതിയുടെ പാനൽ വിജയിച്ചു കയറിയിട്ടുള്ളത്. 3 തവണ വിജ്ഞാനവർദ്ധിനി സഭയുടെ പ്രസിഡന്റായി സഭയുടെ മുഖച്ഛായ തന്നെ മാറ്റുവാൻ നേതൃത്വം നൽകിയ ശ്രീ കെ പരമേശ്വരന്റെ നേതൃത്വത്തിലുള്ള 9 അംഗ ഭരണസമിതി പാനലാണ് ഈ തവണ മത്സരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൂടിയ സംയുക്ത സംരക്ഷണ സമിതിയുടെ മഹായോഗം ആ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ആ 9 അംഗ പാനലിനെ അംഗീകരിച്ച് ഏകകണ്ഠേന അത് പാസ്സാക്കുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് ഇന്ന് ഇലക്ഷൻ്റെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുന്നതിനും പദ്ധതികൾ ആവിഷ്കരിച്ച് പ്രവർത്തനം സുഗമമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വിജ്ഞാനവർദ്ധിനി സഭയുടെ പ്രവർത്തനങ്ങളെ ഏറ്റവും ഭംഗിയായി മുന്നോട്ട് നയിക്കുന്നതിനുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയാണ് ഓഫീസ് എന്ന നിലയിൽ ഇന്നിവിടെ ഞങ്ങളുടെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ആ പ്രവർത്തനം നിർവഹിക്കുന്നത് കഴിഞ്ഞ വർഷം വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച പാനലിന് നേതൃത്വം നൽകിയ വികാസ് മാളിയേക്കൽ അവറുകളാണ്. അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി ആ ചടങ്ങിന് ഞങ്ങൾ ക്ഷണിക്കുന്നു. ഒപ്പം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇവിടെ വിജ്ഞാനവർദ്ധിനി സഭയുടെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ഊർജ്ജസ്വലമായി നിൽക്കുന്ന
ഭക്തജന കാവടി സംഘവും അതുപോലെ നമ്മളുടെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കേരളത്തിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ച ഗജസേന എന്ന യുവജനങ്ങളുടെ കരുത്തും വിജ്ഞാനവർദ്ധിനി സഭയുടെ പ്രവർത്തനങ്ങൾക്ക് കാതലായ പിന്തുണ നൽകുന്ന കണ്ണാടി സാംസ്കാരിക വേദിയുടെ പിന്തുണയുമൊക്കെ സംയുക്ത സംരക്ഷണ സമിതിക്കുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ തവണത്തെ പ്രവർത്തനങ്ങൾക്ക് യുവത്വത്തിൻ്റെ തിളക്കം കൂടിയുണ്ട് എന്നുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുവാൻ ജ്ഞാനവർദ്ധിനി സഭയുടെ ഏറെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ വികാസ് മാളിയക്കൽ അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇവിടെ സംബന്ധിക്കുന്ന മുഴുവൻ സഭാംഗങ്ങളെയും കാവടി സംഘത്തിൻ്റെയും ഗജസേനയുടെയും കണ്ണാടി സാംസ്കാരിക വേദിയുടെയും പ്രവർത്തകരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ